തൃശൂരിൽ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന റോഡിന്റെ വശം ഇന്ന് ഇടിഞ്ഞു താന്നു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൽ പന്നിത്തളം സെന്ററിന് സമീപമാണ് റോഡ് ഇടിഞ്ഞത്. നിർമ്മാണത്തിലെ അപാകതയാണെന്ന് ആരോപിച്ച പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗും ആയി സൂരജ് സജി ചേരും. ആദ്യം ചില പ്രതികരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അതിൻ്റെ പണി ഏറെക്കുറെ പൂർത്തീകരിച്ച് ഇപ്പോഴും പല ഭാഗങ്ങളിലും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്നലെ രാത്രിയോടുകൂടി ഒരു വാഹനം കയറിയ ഈ റോഡിൻ്റെ സൈഡിൽ ഉള്ള ഐറിഷ് കോൺക്രീറ്റ് വർക്ക് ഇടിഞ്ഞു താന്നിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, റോഡിൻ്റെ സൈഡിലെ ടാറിങ്ങും കൂടി അതിൻ്റെ കൂടെ ഇടിഞ്ഞു പോയിരിക്കുകയാണ്. അത്യന്തം അപകടകരമായ രീതിയിലാണ് അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൻ്റെ പണി നടത്തിയിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി തത്സമയം ചേരുന്നു. സൂരജ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ സൂരജ്, ഈ ഇടിഞ്ഞു താന്നത് കുറച്ച് കാര്യമായിട്ടുള്ള പ്രശ്നമാണോ? SKN 46 കോടി രൂപ ചിലവിൽ കിഫ്ബി നേരിട്ട് നിർമ്മിക്കുന്ന, സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന റോഡിന്റെ വശത്തെ കോൺക്രീറ്റിംഗ് ആണ് ഇടിഞ്ഞു താന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഈ ഇടിഞ്ഞ ഭാഗം വലിയ വ്യാപ്തി ഇല്ലെങ്കിൽ പോലും കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപിക്കുന്നത് ഇത് ഇവിടെ മാത്രമല്ല, ഈ പാതയിലുടനീളം ഇത്തരത്തിൽ ഗുണകരമല്ലാത്ത രീതിയിലാണ് ഈ പാത നിർമ്മാണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈ റോഡിന്റെ ടാറിങ് കഴിഞ്ഞ് അതിന്റെ വശങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യും. ആ കോൺക്രീറ്റ് ആണ് ഒരു ലോറി കയറിയ സമയത്ത് ഇപ്പോൾ ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത്. അതിൽ ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിലാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈ അരികുവശത്ത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ പാലിക്കേണ്ട മാനദണ്ഡമുണ്ട്. അതായത് ഈ കോൺക്രീറ്റിന് കൃത്യമായ ഒരു കനം അത് നിർദ്ദേശിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു കനത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ വ്യാപ്തിയോട് കൂടിയുള്ള കോൺക്രീറ്റിംഗ് അല്ല നടത്തിയിട്ടുള്ളതെന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് ഇത്തരത്തിൽ ഒരു ലോറി കയറിയ സമയത്ത് തന്നെ ഇടിഞ്ഞു താഴാൻ ഇടയാക്കിയതെന്നും ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകിച്ച് എറണാകുളത്ത് നിന്ന് ഈ കോഴിക്കോട്ടേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ, പ്രത്യേകിച്ച് തൃശ്ശൂർ വഴി കോഴിക്കോട്ടേക്ക് പോകുന്ന വാഹനങ്ങളടക്കം പോകുന്ന എളുപ്പ വഴിയാണ് ഈ കേച്ചേരി റോഡെന്ന് പറയുന്നത്. പക്ഷേ അത് ഏറെക്കാലമായി നിർമ്മാണ പ്രവൃത്തിയിൽ നടക്കുകയാണ്. ആ റോഡ് പൂർത്തിയായാൽ വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ട്. അതിനിടയിലാണ് ഇതിൻ്റെ വശത്ത് സ്ഥാപിച്ചിരുന്ന അല്ലെങ്കിൽ നിർമ്മിച്ചിരുന്ന കോൺക്രീറ്റ് ഇപ്പോൾ ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഇവർ ചൂണ്ടിക്കാണിക്കുന്ന, പ്രധാനമായി പ്രതിപക്ഷ സംഘടനകൾ ആവശ്യപ്പെടുന്ന കൃത്യമായ ഒരു പരിശോധന ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണം. ടാറിംഗ് അടക്കം ഗുണനിലവാരമില്ലാത്ത തരത്തിലാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പരിശോധന നടത്തി അപാകതകൾ ഉണ്ടെങ്കിൽ തുടർ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രദേശവാസികളടക്കം ചൂണ്ടിക്കാണിക്കുന്ന സ്കെയിൽ. താങ്ക് യു സൂരജ് സജി.